നമസ്കാരം, IUV വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ മേഘ. ഞാൻ എങ്ങനെയാണ് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോഫ്റ്റ് ആയിട്ട് എങ്ങനെ കുഴയ്ക്കാം എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കണമൊന്നുമില്ല. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ആദ്യം ചെയ്യുന്നത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു 5:30 ആകുമ്പോഴേക്ക് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഒരു 7:15 കൂടിയിട്ടായിരിക്കും. അപ്പോഴേക്കും അത്രയും നേരം മാവ് തയ്യാറാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി സോഫ്റ്റായി കിട്ടും. അതാണ് ഒന്നാമത്തെ ഒരു കാര്യമുള്ളത്. പിന്നെ ഞാൻ ഇതില് ഓയിൽ കുറച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടാണ് ഉള്ള പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോ അതിൽ കൂടെ ഞാൻ കുറച്ച് ഇപ്പൊ ഞാനൊരു 2.5 കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ആട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1/2 കപ്പ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കും. ആ പ്രൊപ്പോർഷനിൽ നിങ്ങളും ഒരു 1/2 കപ്പ് എടുക്കുമ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഒത്തിരി ഓയിലും വെള്ളവും പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴയ്ക്കുക. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്ന ചപ്പാത്തി നമുക്ക് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് വെക്കും കേട്ടോ. കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇതില് കുഴച്ചെടുക്കും. അധികം വെള്ളം ആവാതെ നല്ല പാകപ്പെടുത്തും. കുഴച്ച് പാകമായി കഴിഞ്ഞാൽ നമ്മള് നനച്ച് വെക്കും. നനച്ച് ഒന്ന് വെള്ളം തൊട്ട് നനച്ച് മൊത്തത്തിലൊന്ന് നനച്ച് അത് അടച്ചു വെക്കും. അതാണ് നമ്മളുടെ ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്ന ഒരു രീതി. എന്നിട്ട് നിങ്ങൾ ചപ്പാത്തി ചുട്ടു നോക്കൂ, നല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം വൈകിട്ട് കുഴച്ച് വെക്കും. ഇതേ പ്രോസസ്സാണ്. എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് മോർണിംഗിൽ എഴുന്നേറ്റ വശം തന്നെ ആ മാവ് എടുത്ത് പുറത്ത് വെക്കും. അപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചപ്പാത്തി എന്ത് മെത്തേഡ് അങ്ങനെ സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞാലും ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഡ്രൈ ആവും. അത് ചപ്പാത്തിയുടെ ഒരു പ്രത്യേകതയാണ്. കഴിക്കുന്ന സമയത്തോട് കൂടിയിട്ട് തന്നെ ചുട്ടെടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ബൈ.